പോറിഫറ അല്ലെ, ഫൈലം പോറിഫറ. അതിലേക്ക് വരാം, നോക്കാം. പോറിഫറ ആർ കൺസിഡേഴ്സ് ദ മോസ്റ്റ് പ്രിമിറ്റീവ് മൾട്ടി സെല്ലുലാർ ആനിമൽസ് ഇവോൾവ്ഡ് ഫ്രം പ്രോട്ടോസോവൻസ്. ഉണ്ടോ, നമ്മുടെ മൾട്ടി സെല്ലുലാർ ആനിമൽസ് ആണല്ലോ കിങ്ഡം അനിമയിലേക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആ മൾട്ടി സെല്ലുലാർ ആനിമൽസിൽ ഏറ്റവും ആദ്യത്തെ ഗ്രൂപ്പാണ് ആരാ, പോറിഫറ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലെ. ദേ ആർ ദ മോസ്റ്റ് പ്രിമിറ്റീവ് മൾട്ടി സെല്ലുലാർ ആനിമൽസ്. അവരുടെ ഒറിജിൻ എടുത്തു കഴിഞ്ഞാൽ ദേ ആർ ഇവോൾവ്ഡ് ഫ്രം പ്രോട്ടോസോവൻസ്. ഉണ്ടോ, അവരാരിൽ നിന്നാണ് ഇവോൾവ് ചെയ്തിരിക്കുന്നത്? പ്രോട്ടോസോവൻസിൽ നിന്ന്. പ്രോട്ടോസോവൻസ് വേറെ ഗ്രൂപ്പാ, അവരിൽ നിന്നാണ് ആരുടെ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്? പോറിഫറയുടെ എവല്യൂഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അങ്ങനെ ഈ പ്രോട്ടോസോവൻസിൽ നിന്നാണ് സ്പോഞ്ചസ് ഇവോൾവ് ചെയ്തത് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയത്. അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക് ഉണ്ട്. എന്നുവെച്ചാൽ പ്രോട്ടോസോവന്റെയും സ്പോഞ്ചിന്റെയും ക്യാരക്ടർ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക് അവിടെയുണ്ട്. ആരാന്നറിയോ? പ്രോട്യൂറോസ്പോഞ്ചിയ. ഉണ്ടോ, പ്രോട്യൂറോസ്പോഞ്ചിയ ഈസ് എ കണക്റ്റിംഗ് ലിങ്ക്. അതാണ് ഈ കാണുന്ന ആനിമല, ഇതാണ് പ്രോട്യൂറോസ്പോഞ്ചിയ. കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്? കണക്റ്റിംഗ് ലിങ്ക് എന്തുവാ? കണക്റ്റിംഗ് ലിങ്ക് connecting link are the living organisms share characteristics of two different taxonomic categories. ഉണ്ടോ, രണ്ട് ഡിഫറെന്റ് ടാക്സോണമിക് കാറ്റഗറീസിന്റെ ഫീച്ചേഴ്സ് എക്സിബിറ്റ് ചെയ്ത് ലിവിങ് ആയിരിക്കുന്ന ആനിമൽ അവരാണ് ആരാ? കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയുന്നത്. ഉണ്ടോ, ഇപ്പൊ ഞാനിപ്പോ ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണെന്നിരിക്കുക, എന്റെ ബോഡിയിൽ രണ്ട് ഡിഫറെന്റ് ടാക്സോണമിക് കാറ്റഗറീസ് ഫീച്ചേഴ്സ് ഞാൻ ഷോ ചെയ്യുന്നുണ്ടാവും, ലിവിങ്ങുമാണ്. അതാണ് ആരാ? കണക്റ്റിംഗ് ലിങ്ക്. അപ്പൊ നമുക്ക് ആ കണക്റ്റിംഗ് ലിങ്കിന്റെ സ്റ്റൈലിലൂടെ ഓരോ ഓർഗാനിസത്തിന്റെയും കറക്റ്റ് പാത്ത് ഓഫ് ഒറിജിൻ, ഓരോ ഓർഗാനിസവും അല്ലെങ്കിൽ ഓരോ ടാക്സോണമിക് ഗ്രൂപ്പും ആരിൽ നിന്നാണ് ഇവോൾവ് ചെയ്തത് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളാണ്ട് ഇവിടെ ഈ പ്രോട്ടോസ്പോഞ്ചിയ, ഇവർക്ക് അതാ പ്രോട്ടോസോവന്റെ ക്യാരക്ടർ ഉണ്ട്, സ്പോഞ്ചിന്റെ ക്യാരക്ടർ ഉണ്ട്. അതിലൂടെ നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ പ്രോട്ടോസോവ ടു സ്പോഞ്ചസ്. മാത്രമല്ല അതിലൂടെ പഠിക്കുന്നത് എന്താ? സ്പോഞ്ചസ് ആർ ഇവോൾവ്ഡ് ഫ്രം പ്രോട്ടോസോവൻസ് എന്നുള്ളതാണ് കേട്ടോ. സ്പോഞ്ചസിന്റെ എവല്യൂഷൻ ആരിൽ നിന്നാണ് ബിഗിൻ ചെയ്തത്? പ്രോട്ടോസോവയിൽ നിന്നും. അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ട് ലിങ്ക് ആണ് പ്രോട്ടൂറോസ്പോഞ്ചിയ. ദ സ്റ്റഡി ഓഫ് സ്പോഞ്ചസ് ആർ കോൾഡ് പാരാസുവോളജി. ഉണ്ടോ, സ്പോഞ്ചസിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ബയോളജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? പാരാസുവോളജി എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ സ്പോഞ്ചിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഹാബിറ്റാറ്റ് അവിടെ നിന്ന് തുടങ്ങാം. നമുക്ക് സ്പോഞ്ചസിന്റെ ഹാബിറ്റാറ്റ് എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ദീസ് ആർ എക്സ്ക്ലൂസീവ്ലി അക്വാട്ടിക്. ഉണ്ടോ, സ്പോഞ്ചസ് എവിടെ മാത്രമേ ഉള്ളൂ? വെള്ളത്തിൽ മാത്രം കാണപ്പെടുന്ന അനിമൽസ് ആണ്, എക്സ്ക്ലൂസീവ്ലി അക്വാട്ടിക്ക. അതിൽ തന്നെ മോസ്റ്റ്ലി മറൈൻ. ഉണ്ടോ, കൂടുതലും മറൈൻ ആണ്, സമുദ്രത്തിലാണ് കൂടുതലും കാണുന്നത്. മോസ്റ്റ് ഓഫ് ദം ആർ മറൈൻ, ബട്ട് സം ആർ ഫ്രഷ് വാട്ടർ. എന്നാൽ ചിലര് എവിടെ കാണുന്നുണ്ട്? ഫ്രഷ് വാട്ടറിൽ കാണുന്നുണ്ട്. അപ്പം മോസ്റ്റ് ഓഫ് ദം ആർ മറൈൻ ബട്ട് സം ആർ ഫ്രഷ് വാട്ടർ. ചിലര് എവിടെയുമുണ്ട്? ഫ്രഷ് വാട്ടറിലും കാണപ്പെടുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് സ്പോഞ്ചില്ല. സ്പോഞ്ചില്ല ഈസ് എ ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. ഉണ്ടോ, സ്പോഞ്ചില്ല ആരാ? ഒരു ഫ്രഷ് വാട്ടർ സ്പോഞ്ച് ആണ്. മോസ്റ്റ് ഓഫ് ദി സ്പോഞ്ചസ് ആർ മറൈൻ ബട്ട് സം ആർ ഫ്രഷ് വാട്ടർ. ഫ്രഷ് വാട്ടറിൽ കാണുന്ന സ്പോഞ്ച് ആണ് ആരാ? സ്പോഞ്ചില്ല. അതുപോലെ തന്നെ ഓൾ ഓഫ് ദി സ്പോഞ്ചസ് ആർ സെസൈൽ ഓർ സെഡന്ററി ഇൻ നേച്ചർ വിത്തൗട്ട് എനി എക്സെപ്ഷൻ. ഉണ്ടോ, യാതൊരു എക്സെപ്ഷനും ഇല്ലാതെ നമുക്കറിയാൻ പറ്റും എല്ലാ സ്പോഞ്ചും എങ്ങനെയാ? സെസൈൽ ഓർ സെഡന്ററിയാ. അതെന്തുവാ സെസൈൽ ഓർ സെഡന്ററി എന്ന് പറഞ്ഞാൽ? അറിയാവോ എന്തുവാ സെസൈൽ ഓർ സെഡന്ററി? എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ആനിമൽസ് വിച്ച് ഓൾവേസ് അറ്റാച്ച്ഡ് ഓൺ ടു എ പർട്ടിക്കുലർ സബ്സ്ട്രേറ്റം നോട്ട് മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. കണ്ടോ, ഇവിടുത്തെ പ്രത്യേകത ആനിമൽസ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്താ നിൽക്കുന്ന, ഒരു സ്ഥലത്ത് നിന്ന് അവർ മൂവ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകത്തില്ല. അങ്ങനെ ഒന്നുകിൽ റോക്ക് അല്ലെങ്കിൽ സാൻഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാന്റ്സ് അതിന്റെ കൂടി അറ്റാച്ച് ചെയ്താണ് ഇവര് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സെസൈൽ ഓർ സെഡന്ററി എന്ന് നമ്മൾ പറയുന്നത്. ഫ്രീ സ്വിമ്മിംഗ് ആയിട്ടുള്ള ഒറ്റ സ്പോഞ്ചും ഇല്ല, എല്ലാവരും സെസൈൽ ഓർ സെഡന്ററി ആണ്. ആൻഡ് ദേ ലീഡ് ബോത്ത് സോളിറ്ററി ഓർ കൊളോണിയൽ മോഡ് ഓഫ് ലൈഫ്. ആണോ, എന്നാൽ അവർ എക്സിബിറ്റ് ചെയ്യുന്നത് ഏതാ? സോളിറ്ററി ഓർ കൊളോണിയൽ മോഡ് ഓഫ് ലൈഫ് ആണ്. അതെന്തുവാ സോളിറ്ററി എന്ന് പറഞ്ഞാൽ? സോളിറ്ററി ദാറ്റ് മീൻസ് ലിവിങ് ഓൺലി ആസ് എ സിംഗിൾ ഇൻഡിവിജ്വൽ. ഉണ്ടോ, ചില ആനിമല് അതാ ഒറ്റ ഇതായിട്ടാണ് ലൈഫ് ലീഡ് ചെയ്യുന്നത്, സിംഗിൾ ഒറ്റയ്ക്ക് ലൈഫ് ലീഡ് ചെയ്യും, അതാണ് സോളിറ്ററി എന്ന് പറഞ്ഞാൽ. എന്നാൽ സം ആർ കൊളോണിയൽ, ചിലരെങ്ങനെയാ? കൊളോണിയൽ ആണ്. ദാറ്റ് മീൻസ് ദീസ് ആർ ലീഡിങ് എ കൊളോണിയൽ മോഡ് ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ കോളനി ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യും. അങ്ങനെ രണ്ട് രീതിയിലും ലൈഫ് ലീഡ് ചെയ്യുന്ന സ്പോഞ്ചസ് ഉണ്ട്. ചിലര് സിംഗിൾ ആയിട്ട് സോളിറ്ററി, ചിലര് ലിവിങ് ടുഗദർ ആസ് എ കോളനി, രണ്ടും ഉണ്ട് കേട്ടോ. ആൻഡ് ദീസ് സ്പോഞ്ചസ് എക്സിബിറ്റ് റിമാർക്കബിൾ പവർ ഓഫ് റീജനറേഷൻ. ഉണ്ടോ, സ്പോഞ്ചസിന് ഏതുണ്ട്? ഒരു റിമാർക്കബിൾ പവർ ഓഫ് റീജനറേഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് മുറിഞ്ഞു പോയാലും അതെന്ത് ചെയ്യും? അങ്ങ് റീജനറേറ്റ് ചെയ്ത് വന്നോളും കേട്ടോ. അത് അറിഞ്ഞിരുന്നാൽ മതി, അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട.
അല്ലെ നമ്മുടെ ഇൻസിയാറ്റി ഇല്ല, ഞാൻ പിന്നെ ഒരു ഇവരുടെ ഒരു ക്യാരക്ടറായിട്ട് വന്നതുകൊണ്ട് അതൊക്കെ പറഞ്ഞതാ കേട്ടോ. റിമാർക്കബിൾ പവർ ഓഫ് റീജനറേഷൻ അവർക്ക് ഉണ്ട്. ഇനി നമ്മൾ ഇവരുടെ ജനറൽ ഫീച്ചേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻ സ്പോഞ്ചസ് ദെയർ എക്സിബിറ്റ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. കണ്ടോ, സ്പോഞ്ചസിന് എല്ലാം തന്നെ ഏതാ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് അല്ലേ. കാരണം സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ചേർന്നാണ് ബോഡി ഫോം ചെയ്തിരിക്കുന്നത്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. പിന്നെ മോസ്റ്റ്ലി എസിമെട്രിക്കൽ. ആണോ, മിക്ക സ്പോഞ്ചസും എങ്ങനെയുള്ളവരാ എസിമെട്രിക്കൽ ആണ് അല്ലെ. കൃത്യമായ ഒരു ബോഡി പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് അവർക്ക് ഇല്ല. അപ്പം മിക്കവരും എങ്ങനെയുള്ളവരാ എസിമെട്രിക്കൽ ആണ്. അതുപോലെ ഡിപ്ലോബ്ലാസ്റ്റിക് ആണ് അല്ലെ. ഓൺലി 2 germ layers ആർ പ്രസന്റ്. ഡിപ്ലോബ്ലാസ്റ്റിക്, അപ്പൊ 2 germ layers നമുക്ക് അവിടെ കാണാൻ സാധിക്കും, എക്ടോഡം ആൻഡ് എൻഡോഡം. എസിലോമേറ്റ്സ് ആണ് അല്ലെ, ഇവർക്ക് സീലോമിക് ക്യാവിറ്റി ഇല്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാ. അതുപോലെ നോ മെറ്റാമരിസം അല്ലെ, മെറ്റാമരിസം ആബ്സെന്റ് ആണ് ബിക്കോസ് ബോഡി ഈസ് അൺസെഗ്മെന്റഡ് ഇൻ നേച്ചർ അല്ലെ. ആൻഡ് സെൽ ആഗ്രിഗേറ്റ് ബോഡി പ്ലാൻ, എല്ലാവരുടെയും ബോഡി പ്ലാൻ ഏതാ സെൽ ആഗ്രിഗേറ്റാ, ബിക്കോസ് ബോഡി ഈസ് ഫോംഡ് ബൈ ദ ആഗ്രിഗേഷൻ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഓൺലി. അങ്ങനെ സെൽ ആഗ്രിഗേറ്റ് ബോഡി പ്ലാൻ ആണ് ഇവരിൽ കാണപ്പെടുന്നത്. കണ്ടോ, ഇതൊക്കെ അവരുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ മറ്റുള്ള ചില ഫീച്ചേഴ്സിലേക്ക് വരാം. നമ്മൾ ഈ ഫൈലത്തിന് പോറിഫറ എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. ഓരോ ഫൈലത്തിനും ഓരോരോ പേരുണ്ട്. പോറിഫറ, നൈഡേരിയ, ടീനോഫോറ, പ്ലാറ്റി ഹെൽമിന്താസ്, ഇങ്ങനെ ഓരോ ഫൈലത്തിനും പേരിട്ടിട്ടുണ്ട്. അതിനൊക്കെ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഈ ഫൈലത്തിന് പോറിഫറ എന്ന് വിളിക്കാൻ കാരണം എന്താ? ബിക്കോസ് ഇൻ ദീസ് ഫൈലം ഓൾ ഓഫ് ദി ആനിമൽസ് ആർ പോർ ബിയറിംഗ് ആനിമൽസ്. ഉണ്ടോ, ഈ ഫൈലത്തിൽ വരുന്ന മിക്ക ആനിമൽസും എങ്ങനെയുള്ളവരാ പോർ ബിയറിംഗ് ആനിമൽസ് ആണ്. പോർ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ their body surface bears numerous pores. ആണോ, നമ്മൾ ഒരു ബോഡി സർഫസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ പോർസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതേ കണ്ടോ, ഇതൊരു സ്പോഞ്ചിന് എക്സാമ്പിൾ ആണ്. ലൂക്കോസൊളീനിയ എന്ന് പറയുന്ന സിമ്പിൾ സ്പോഞ്ച് ആണ്. നമ്മളൊരു ബോഡി നോക്കിയാൽ കണ്ടത് അറ്റാച്ച്ഡാ, എപ്പോഴും അറ്റാച്ച്ഡാ, സെസൈലാണ്. എന്നിട്ട് ഇവരുടെ ബോഡി സർഫസിൽ ഇഷ്ടംപോലെ പോർസ് ഉണ്ട്. ഉണ്ടോ ബോഡി ബോളിൽ. അങ്ങനെ പോർസ് ഇവരുടെ ബോഡി ബോളിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവരെ പോർ ബിയറിംഗ് ആനിമൽസ് എന്ന് വിളിച്ചു. അങ്ങനെ പോർ ബിയറിംഗ് ആനിമൽസ് വരുന്ന ഫൈലം ആയതുകൊണ്ട് ഇതിന് ഏത് പേരിട്ടു? പോറിഫറ എന്ന് പേരിട്ടു അല്ലെ. പോർ ബിയറിംഗ് ആനിമൽസ് വരുന്ന ഫൈലം ആയതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് പോറിഫറ. അതുകൊണ്ടാണ് ആ പേര് വന്നത് പോറിഫറ കേട്ടോ. ബിക്കോസ് പോർ ബിയറിംഗ് ആനിമൽസ് ആർ പ്രസന്റ് ഇൻ ദിസ് ഫൈലം, സോ ഇറ്റ് നെയിംഡ് ആസ് പോറിഫറ. അതുകൊണ്ട് തന്നെ പോറിഫറ എന്ന് പേരിട്ട് നമ്മൾ വിളിച്ചു. സച്ച് പോർസ് പ്രസന്റ് ഓൺ ദിയർ ബോഡി വോൾ ആർ കോൾഡ് ഓസ്റ്റിയ. കണ്ടോ, ഇവരുടെ ബോഡി വോൾ കാണുന്ന ആ പോർസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തോന്നാ? ഓസ്റ്റിയ എന്ന് പറയും. കണ്ടോ, ഓർ ഇൻലെറ്റ് ഓർ ഇൻകറന്റ് പോർസ് എന്നാണ് വിളിക്കുന്നത്. കണ്ടോ, അവരുടെ ബോഡി വോൾ കാണുന്ന ആ സ്മോൾ പോർസിന്റെ പേരാണ് ഓസ്റ്റിയ, അല്ലെങ്കിൽ എന്താ ഇൻകറന്റ് പോർ, അല്ലെങ്കിൽ ഏതാ ഇൻലെറ്റ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? ബിക്കോസ് എ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ബി എൻ്റർ ഇൻ ടു ദെയർ ബോഡി. കണ്ടോ, ലാർജ് സ്കെയിലിൽ വാട്ടർ കയറുന്നത് ഏത് വഴിയാ? ഓസ്റ്റിയ വഴി, അഥവാ ഇൻലെറ്റ് ഓർ ഇൻകറന്റ് പോർ. കണ്ടോ, ഈ ഒരു ഇൻകറന്റ് പോർ അതുവഴിയാണ് ലാർജ് സ്കെയിലിൽ വാട്ടർ ഒരു ബോഡിക്കുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. കണ്ടോ, ഇനി ഞാൻ പറഞ്ഞു അങ്ങനെ numerous pores called ostia present on their body wall. Hence, this group of animals containing phylum is named as Porifera. All of these ostia will be directly opens into a central paragastric cavity. ആണോ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഓസ്റ്റിയ ബോഡി വോളിൽ ഉണ്ടല്ലോ, ഈ ഓസ്റ്റിയ നേരെ ഓപ്പൺ ചെയ്യുന്നത് ഇവരുടെ ബോഡിക്കകത്ത് ഒരു ലാർജ് ക്യാവിറ്റി ഉണ്ട് ബോഡിക്കകത്ത്. ആ ലാർജ് ക്യാവിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോഞ്ചോസീൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സ്പോഞ്ചോസീൽ. കേട്ടോ, the ostia will be directly opens into a central paragastric cavity that is called a സ്പോഞ്ചോസീൽ. സ്പോഞ്ചോസീൽ എന്നാണ് നമ്മളതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ, സ്പോഞ്ചോസീൽ. സ്പോഞ്ച്. അപ്പം ഈ ഓസ്റ്റിയ വഴി വെള്ളം അകത്തേക്ക് വരും. ആ വെള്ളം അകത്തേക്ക് വരുന്നത് എവിടേക്കാ? സ്പോഞ്ചോസീലിലേക്കാ. ഈ സ്പോഞ്ചോസീൽ ഉള്ളത് കൊണ്ടാണ് ഈ ആനിമൽസിനെ പണ്ട് നമ്മൾ ഏത് പേരിട്ട് വിളിച്ചിരുന്നത്? സ്പോഞ്ചസ് എന്ന് വിളിച്ചിരുന്നത് അല്ലെ, സ്പോഞ്ചസ്. അപ്പോൾ അതാണ്ട് ഓസ്റ്റിയ ഓപ്പൺസ് ഇൻടു എ സെൻട്രൽ പാരാഗ്യാസ്ട്രിക് ക്യാവിറ്റി കോൾഡ് ഏതാ? സ്പോഞ്ചോസീൽ. ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി പോലെയുള്ളതാ. ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി എന്ന് വിളിക്കാൻ പറ്റത്തില്ല, അതുപോലെ. അതുകൊണ്ട് ആ പാരാഗ്യാസ്ട്രിക് ക്യാവിറ്റി എന്ന് വിളിക്കുന്നത് ഏതാ? സ്പോഞ്ചോസീൽ. അപ്പം വാട്ടർ നേരെ ഓസ്റ്റിയ വഴി, ഇവിടെ കനാൽസ് ഉണ്ട് കേട്ടോ. ഈ ഓസ്റ്റിയ സ്പോഞ്ചോസീലിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് സ്മോൾ കനാൽസ് വഴിയാണ്. അപ്പം ഓസ്റ്റിയ കനാൽസ് വഴി സ്പോഞ്ചോസീലിലേക്ക് ഓപ്പൺ ചെയ്യും. അതുകൊണ്ട് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ബി എൻ്റർ ഇൻ ടു ദെയർ ബോഡി ത്രൂ ദീസ് കനാൽസ് ആൻഡ് ഓസ്റ്റിയ. ഓസ്റ്റിയ ആൻഡ് കനാൽസ് വഴി വെള്ളം സ്പോഞ്ചോസീലിലേക്ക് എൻ്റർ ചെയ്യും. എലോങ് വിത്ത് ഫുഡ് പാർട്ടിക്കിൾസ്, റെസ്പിറേറ്ററി ഗ്യാസസ്,
മറ്റൊരു സ്പോഞ്ച് റിലീസ് ചെയ്ത സ്പേം. ഇതെല്ലാമായിട്ട്, കാരണം വെള്ളത്തിൽ ഫുഡ് ഉണ്ടല്ലോ, റെസ്പിറേറ്ററി ഗ്യാസും ഉണ്ട്, അതിൽ മറ്റൊരു സ്പോഞ്ച് വെള്ളത്തിലേക്കാണ് സ്പേം റിലീസ് ചെയ്യുന്നത്. ആ സ്പേമും ഫുഡ് പാർട്ടിക്കിളും എല്ലാം നേരെ ബോഡിക്കുള്ളിലേക്ക് കയറുന്നത് ഏത് വഴിയാ? ഈ ഓസ്റ്റിയ ആൻഡ് കനാൽസ് വഴി ബോഡിക്കുള്ളിലേക്ക് എൻ്റർ ചെയ്യും. അകത്ത് വെച്ച് ഡൈജഷനും അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ചും എല്ലാം നടക്കും, അല്ലേ? പാരാഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രിക് ക്യാവിറ്റിനെ പോലെയുള്ളത്, അതിന് സമാനമായ, അതിന് തുല്യമായിട്ടുള്ളതെന്നാണ് ഏതാ? ഗ്യാസ്ട്രിക് ക്യാവിറ്റിക്ക് തുല്യമായിട്ട് ഒരു ക്യാവിറ്റി ബോഡിക്കകത്തുണ്ട്, അതാണ് സ്പോഞ്ചോസീൽ. അപ്പം ആ സ്പോഞ്ചോസിലേക്ക് വാട്ടർ എൻ്റർ ചെയ്തു എലോങ് വിത്ത് ഫുഡ് പാർട്ടിക്കിൾസ്. ഫുഡ് പാർട്ടിക്കിൾസ്, റെസ്പിറേറ്ററി ഗ്യാസസ് ഇതെല്ലാമായിട്ട് എൻ്റർ ചെയ്തു. അകത്ത് വെച്ച് ഡൈജഷനും റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ചും റീപ്രൊഡക്ഷനും എല്ലാം നടക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അൺഡൈജസ്റ്റഡ് വേസ്റ്റ്സ് ആർ എലിമിനേറ്റഡ് ടു ദ ഔട്ടർ മീഡിയം ത്രൂ എ സിംഗിൾ ഓപ്പണിംഗ് അറ്റ് വൺ റീജിയൻ. അവരുടെ അൺഡൈജസ്റ്റഡ് വേസ്റ്റ്സ് പുറത്തേക്ക് കളയുന്നത് ഒരു സിംഗിൾ ഓപ്പണിംഗ് വഴിയാണ്, അറ്റ് വൺ റീജിയൻ. ആ ഓപ്പണിങ്ങിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഓസ്കുലം. എന്ത് വിളിക്കാം? ഓസ്കുലം, അല്ലെ? ഓസ്കുലം എന്ന് പറഞ്ഞാൽ എന്താ? സ്പോഞ്ചോസീൽ ഓപ്പൺസ് ടു ഔട്ടർ മീഡിയം ത്രൂ എ സിംഗിൾ ഓപ്പണിംഗ് അറ്റ് വൺ റീജിയൻ, ദാറ്റ് ഈസ് കോൾഡ് ഓസ്കുലം ഓർ ഔട്ട്ലെറ്റ്. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് എക്സ്കറന്റ് പോർ. കണ്ടോ, നമ്മളതിനെ എക്സ്കറന്റ് പോർ എന്ന് പേരിട്ടും വിളിക്കാറുണ്ട്. അതുവഴിയാണ് വെള്ളം പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ബോഡി വോളിൽ ഇഷ്ടംപോലെ ഓസ്റ്റിയുണ്ട്. എല്ലാ ഓസ്റ്റിയും കനാൽസ് വഴി ഓപ്പൺസ് ഇൻ ടു ദ സ്പോഞ്ചോസീൽ, അല്ലെ? എന്നിട്ട് ആ സ്പോഞ്ചോസീൽ പുറത്തേക്ക് തുറക്കുന്നത് ത്രൂ എ സിംഗിൾ ഓപ്പണിംഗ് അറ്റ് വൺ റീജിയൻ കോൾഡ് ഓസ്കുലം. ഈ മൂന്ന് ഫീച്ചേഴ്സ് സ്പോഞ്ചസിന്റെ മാത്രം ക്യാരക്ടറാണ്. ഓസ്റ്റിയ, സ്പോഞ്ചോസീൽ, പിന്നെ ഏതാ? ഓസ്കുലം, അല്ലെ? ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ നമ്മൾ പറയുന്നത്, അല്ലെ? ഇത്രയും പോസ് ഉണ്ടല്ലോ, അതൊന്നും എന്താ ഔട്ട്ലെറ്റ് ആയിട്ട് ആക്ട് ചെയ്യാത്തത്. അതിന് കാരണമുണ്ട്, നമ്മൾ ഇനി അത് പഠിക്കാൻ പോവാ. ക്വയാനോസൈറ്റുകളുണ്ട്, പഠിച്ചിട്ടില്ലേ? അതിലേക്ക് ഞാൻ വരാം. ഓക്കെ, അപ്പൊ നമ്മൾ അത് ആരാ ചോദിച്ചത്? ഐശ്വര്യ ചോദിച്ചത്. ഓക്കെ, നമുക്ക് പറയാം. അപ്പൊ നമ്മൾ കണ്ട് ഇവിടെ ഇപ്പോൾ ഏതാ? ഓസ്റ്റിയോ ഉണ്ട്, സ്പോഞ്ചോസീൽ ഉണ്ട്, ഓസ്കുലം ഉണ്ട്. ഇവര് എക്സ്ക്ലൂസീവ്ലി അക്വാറ്റിക് അല്ലേ, വെള്ളത്തിലാണ് നിൽക്കുന്നത്. അപ്പം കണ്ടിന്യൂസ്ലി എ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ബി എൻ്റർ ഇൻ ടു ദ സ്പോഞ്ചോസീൽ ത്രൂ ഓസ്റ്റിയ ആൻഡ് കനാൽസ് എലോങ് വിത്ത് ഫുഡ് പാർട്ടിക്കിൾസ്, റെസ്പിറേറ്ററി ഗ്യാസസ്, ഗ്യാമേറ്റ്സ് എക്സെട്ര, അല്ലെ? ഇവരുടെ ബോഡിക്കുള്ളിലേക്ക് എപ്പോഴും ഇങ്ങനെ വെള്ളം കയറുന്നുണ്ട്. മിക്കപ്പോഴും ഇങ്ങനെ വെള്ളം കയറുന്നത് എങ്ങനെയാ? അല്ലെ, വെള്ളം കയറുമ്പോൾ ആ വെള്ളത്തിനകത്തുള്ള റെസ്പിറേറ്ററി ഗ്യാസ്, അതുപോലെ ന്യൂട്രിയൻസ്, അതുപോലെ മറ്റൊരു സ്പോഞ്ച് റിലീസ് ചെയ്ത സ്പാം, ഇതെല്ലാം ഓസ്റ്റിയ വഴി കനാൽസ് വഴി സ്പോഞ്ചോസിലേക്ക് വന്ന് കയറും. എന്നിട്ട് അകത്ത് വെച്ച് ഡൈജഷനും റെസ്പിറേഷനും റീപ്രൊഡക്ഷനും ഒക്കെ നടന്നിട്ട് വേസ്റ്റിങ്സ് ഈ ഓസ്കുലിനോട് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെ കണ്ടിന്യൂസ്ലി എ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ബി ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ബോഡി ഓഫ് ദീസ് സ്പോഞ്ചസ്. ദറ്റ് ഈസ് ഇറ്റ്സ് മോസ്റ്റ് ഡയഗ്നോസ്റ്റിക് ക്യാരക്ടർ. കണ്ടോ, എപ്പോഴും വെള്ളം ഇങ്ങനെ ബോഡി വോൾ കൂടി ഇങ്ങനെ പുറത്തേക്ക്, ബോഡി വോൾ അകത്ത് കയറുന്നു, അകത്തുനിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും, അല്ലെ? ഓസ്റ്റ് വഴി, സ്പോഞ്ചോസിൽ വഴി, ഓസ്കുലം വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഇവരുടെ മോസ്റ്റ് ഡയഗ്നോസ്റ്റിക് ക്യാരക്ടർ. ഏതാ പറ? What is the most diagnostic character found in all sponges? Presence of a water transport mechanism called a water canal system. Presence of a water canal system. That is the most diagnostic character of all sponges. ഉണ്ടോ, എല്ലാ സ്പോഞ്ചിനെയും മോസ്റ്റ് ഡയഗ്നോസ്റ്റിക് ക്യാരക്ടർ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഏതാ? പ്രസൻസ് ഓഫ് എ വാട്ടർ കനാൽ സിസ്റ്റം, അല്ലെ? ഒരു വാട്ടർ കനാൽ സിസ്റ്റം. അതിനെ സിസ്റ്റം എന്ന് പറയുന്നേ ഉള്ളൂ, നോട്ട് കൺസിഡേഴ്സ് ആൻ ഓർഗൻ സിസ്റ്റം. ഒരു ഓർഗൻ സിസ്റ്റം അല്ല കേട്ടോ, അതിനെപ്പോലെ ഇരിക്കും. അതാണ് വാട്ടർ കനാൽ സിസ്റ്റം, അല്ലെ? എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി എ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ബി എൻ്റർ ഇൻ ടു ദ ബോഡി ത്രൂ ഏതാ? ഓസ്റ്റിയ. ഓസ്റ്റിയയുടെ അകത്തേക്ക് പിന്നെ കയറുന്നു, അല്ലെ? എന്നിട്ട് നേരെ ഏതാ? ഓസ്കുലിനോട് പുറത്തേക്ക് വെള്ളം പോവുകയും ചെയ്യും. അതാണ് ഏതാ? വാട്ടർ കനാൽ സിസ്റ്റം. വാട്ട് ഈസ് ദ കറക്റ്റ് പാത്ത് ഓഫ് കനാൽ സിസ്റ്റം ഇൻ സ്പോഞ്ചസ്? സ്പോഞ്ചസിന്റെ വാട്ടർ കനാൽ സിസ്റ്റത്തിന്റെ കറക്റ്റ് പാത്ത് ഒന്ന് പറയാമോ? എങ്ങനെയാ? വാട്ട് ഈസ് ദ കറക്റ്റ് പാത്ത്? ദാറ്റ് ഈസ് ഓസ്റ്റിയ, സ്പോഞ്ചോസീൽ, ഓസ്കുലം, ദെൻ ഔട്ട്സൈഡ്. കണ്ടോ, ഓസ്റ്റിയ വഴി വെള്ളം സ്പോഞ്ചോസിലേക്ക് കയറുന്നു, സ്പോഞ്ചോസിൽ നിന്ന് വെള്ളം ഓസ്കുലം വഴി പുറത്തേക്ക് പോകുന്നു, അല്ലെ? കുറച്ചുകൂടി ക്ലിയർ ആക്കി പറഞ്ഞാൽ ഓസ്റ്റിയ വഴി സ്പോഞ്ചോസിലേക്ക് വെള്ളം കയറുന്നത് ഏത് വഴിയാ? ഓസ്റ്റിയ വഴി വെള്ളം സ്പോഞ്ചോസിലേക്ക് കയറുന്നത് ഏത് വഴിയാ? കനാൽസ് വഴി. ഉണ്ടോ, കനാൽസ് വഴി സ്പോഞ്ചോസിലേക്ക് വരും, അല്ലെ? നമ്മൾ കണ്ടേ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത് നോക്കേ, ഇത് ഓസ്റ്റിയ. ഈ ഓസ്റ്റിയ നേരെ സ്പോഞ്ചോസിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് ഈ കനാൽസ് വഴിയാണ്. അത് നേരെ സ്പോഞ്ചോസിലേക്ക് വന്ന് എന്നിട്ട് ഓസ്കുലം വഴി വെള്ളം പുറത്തേക്ക് പോവുകയും ചെയ്യും. അതാണ് വാട്ടർ കനാൽ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളം ഇങ്ങനെ ഓസ്റ്റിയ വഴി കനാൽസ് വഴി സ്പോഞ്ചോസിലേക്ക് വരുമ്പോൾ വെറും വെള്ളം മാത്രമല്ല, വെള്ളത്തിൽ ഡിഫ്യൂസ്ഡ് ആയിരിക്കുന്ന റെസ്പിറേറ്ററി ഗ്യാസ്, ഓക്സിജൻ, അതുപോലെ തന്നെ ന്യൂട്രിയൻസ്, ഫുഡ് പാർട്ടിക്കിൾസ്, അതുപോലെ തന്നെ മറ്റൊരു സ്പോഞ്ച് റിലീസ് ചെയ്ത സ്പാം, ഇതെല്ലാം നേരെ ഓസ്റ്റിയ വഴി കനാൽസ് വഴി സ്പോഞ്ചോസിലേക്ക് എൻ്റർ ചെയ്യും.
ആണോ? എന്നിട്ട് ഈ ഓക്സിജൻ അകത്ത് വന്നിട്ട് ഓരോ സെല്ലുകൾക്കകത്തേക്കും ഓക്സിജൻ അങ്ങ് ഡിഫ്യൂസ് ചെയ്യും. എന്നിട്ട് ആ സെല്ലുകളിലേക്ക് ഓക്സിജൻ കയറിയിട്ട് സെല്ലുകൾക്കകത്തുനിന്ന് പുറത്തേക്ക് ആരിറങ്ങി വരും? കാർബൺ ഡൈ ഓക്സൈഡ് സ്പോഞ്ചോസിലേക്കാണ് വരുന്നത്. എന്നിട്ട് ആ കാർബൺ ഡൈ ഓക്സൈഡ് നേരെ ഓസ്കലം വഴി പുറത്തു പോകും. കണ്ടോ? അപ്പോൾ ഇവിടെ റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് ത്രൂ ദിസ് വാട്ടർ കനാൽ സിസ്റ്റം, അല്ലെ? റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ച് വാട്ടർ കനാൽ സിസ്റ്റം വഴി കംപ്ലീറ്റ് ആയി. ഓക്കെ, സെക്സസ് ഒക്കെ സെപ്പറേറ്റ് ആണോ ഇല്ലെന്ന് നമുക്ക് വഴിയെ പറയാം കേട്ടോ. നോക്ക്, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇവിടെ ഈ ഓസ്റ്റ് വഴി കനാൽസ് വഴി വെള്ളം അകത്ത് വരുമ്പോൾ ഓക്സിജൻ കയറി ആ ഓക്സിജൻ ഓരോ സെല്ലുകൾക്കകത്തേക്ക് ഡിഫ്യൂസ് ചെയ്യും. എന്നിട്ട് പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഇറങ്ങി വരും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഓസ്കൽ വഴി അങ്ങ് പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പം റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് ത്രൂ വാട്ടർ കനാൽ സിസ്റ്റം, അല്ലേ? അത് മാത്രമല്ല, ക്യാപ്ചർ ഓഫ് ഫുഡ് ക്യാപ്ചറിങ്, അതായത് ഈ വെള്ളം അകത്ത് കയറുമ്പോൾ വെള്ളത്തിൽ ഡിഫ്യൂസ്ഡ് ആയിരിക്കുന്ന മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾ അവരും ഓസ്റ്റ് വഴി കനാൽസ് വഴി സ്പോഞ്ചോസിലേക്ക് വരും. എന്നിട്ട് ആ ഫുഡ് പാർട്ടിക്കിളിന് ഇവിടെ കുറെ സെൽസ് ഉണ്ട്, നമ്മളിന് പഠിക്കും, കൊയാനോസൈറ്റ്സ് എന്നൊക്കെ പറയും, അമീബോസൈറ്റ്സ്. ആ സെൽസ് കളക്ട് ചെയ്തിട്ട് സെല്ലിനകത്ത് വെച്ചത് ഡൈജസ്റ്റ് ചെയ്യും. എന്നിട്ട് അൺഡൈജസ്റ്റ് വേസ്റ്റ്സ് അവിടെ ഉണ്ടാകും. ആ അൺഡൈജസ്റ്റ് വേസ്റ്റ്സ് ഓസ്കൽ വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും. അത് മാത്രമല്ല, നൈട്രജനസ് വേസ്റ്റ്, അമോണിയ, യൂറിയ. അമോണിയാണ് പ്രധാനം. ഈ യൂറിയ ഇല്ല, അമോണിയ ബോഡിക്കകത്തുണ്ടാകും. അതും സെല്ലുകളിൽ നിന്നും സ്പോഞ്ചോസിലേക്ക് വരും. എന്നിട്ട് ഓസ്കൽ വഴി വെള്ളത്തോടൊപ്പം അങ്ങ് അമോണിയ പുറത്തു പോകും. ഇപ്പോൾ റിമൂവൽ ഓഫ് വേസ്റ്റ് ഉണ്ട്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞതിന്റെ മേജർ ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ വാട്ടർ കനാൽ സിസ്റ്റത്തിന് ഇറ്റ് ഹെൽപ്സ് ഫോർ ഫുഡ് ഗ്യാദറിങ്. ഉണ്ടോ? ഒന്ന്, ഫുഡ് ഗ്യാദറിങ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം അകത്ത് കയറുമ്പോൾ ആ വെള്ളത്തോടൊപ്പം ആരും കയറി? ഫുഡ് പാർട്ടിക്കിൾ അകത്ത് കയറി. അത് സെല്ലുകൾക്കകത്തേക്ക് പോയിട്ട് ഡൈജസ്റ്റ് ആയി, അല്ലേ? എന്നിട്ട് റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ച്, ഞാൻ പറഞ്ഞില്ലേ, വെള്ളം അകത്ത് കയറുമ്പോൾ അതിനോടൊപ്പം ആരും കയറി? ഓക്സിജൻ കയറി. അത് ഓരോ സെല്ലുകൾക്കകത്തേക്ക് ഓക്സിജൻ ഡിഫ്യൂസ് ആകും, കാർബൺ ഡൈ ഓക്സൈഡ് ഇറങ്ങി വരും, അല്ലേ? അപ്പൊ റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ച് അത് നടന്നു. അത് മാത്രമല്ല, റിമൂവൽ ഓഫ് വേസ്റ്റ്, അവസാനം അമോണിയനെ പുറത്ത് കളയുന്നത് ആ വാട്ടർ കനാൽ സിസ്റ്റം വഴിയാ. ഇപ്പൊ റിമൂവൽ ഓഫ് വേസ്റ്റ് അതും എന്റെ ഫംഗ്ഷനാ. ഇനിയോ മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് നമ്മുടെ NCERT ഇല്ല, ഞാൻ പറഞ്ഞുതരാം. റീപ്രൊഡക്ഷൻ. ഉണ്ടോ? റീപ്രൊഡക്ഷൻ ഈസ് അനദർ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ദാറ്റ് ആർ കംപ്ലീറ്റഡ് ത്രൂ വാട്ടർ കനാൽ സിസ്റ്റം. ഉണ്ടോ? വാട്ടർ കനാൽ സിസ്റ്റം വഴി കംപ്ലീറ്റ് ആകുന്ന മറ്റൊരു ഫംഗ്ഷനാണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഈ സ്പോഞ്ചിന്റെ പ്രത്യേകതയെ, സ്പോഞ്ചസ് ഹെർമാഫ്രഡൈറ്റ് ആണ്, മൊണീഷ്യസ് ആണ്, സെപ്പറേറ്റ് സെക്സ് അവർക്കില്ല. അപ്പം ഇതൊരു സ്പോഞ്ച്, ഇത് വേറൊരു സ്പോഞ്ച്. ഇവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതെങ്ങനെയാ? ഈ സ്പോഞ്ച് സ്പേമിനെയും ഓവത്തിനെയും പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ സ്വന്തം സ്പേം സ്വന്തം ഓവമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യത്തില്ല. സെൽഫ് ഫെർട്ടിലൈസേഷൻ അവിടെ ഇല്ല. പകരം ഈ എന്താണ് സ്പോഞ്ച് പ്രൊഡ്യൂസ് ചെയ്ത സ്പേം, ആ സ്പേം അവര് ഓസ്കലം വഴി വെള്ളത്തോടൊപ്പം പുറത്ത് കളയും. അപ്പൊ വെള്ളത്തിലേക്ക് ഈ സ്പോഞ്ചിന്റെ സ്പേം വന്നു. ആ സ്പേം നേരെ വെള്ളത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട്, സ്പേം വെള്ളത്തിൽ കിടപ്പുണ്ട്, അല്ലെ? ഈ സ്പേം നേരെ അടുത്ത ഒരു സ്പോഞ്ചിന്റെ വാട്ടർ കനാൽ സിസ്റ്റം വഴി അവിടേക്ക് കയറി. കണ്ടോ? ഇവിടേക്ക് ആ സ്പേം വന്നു, അയാളുടെ സ്പേം. എന്നിട്ട് ഇവിടെ ഇദ്ദേഹത്തിന്റെ ഓവം ഉണ്ട്, ഈ സ്പോഞ്ച് പ്രൊഡ്യൂസ് ചെയ്ത ഓവം ഉണ്ട്. ആ ഓവമായിട്ട് ഈ സ്പേം ഫ്യൂസ് ചെയ്യും. കണ്ടോ? അപ്പോൾ ഏത് ഫെർട്ടിലൈസേഷനാ? നിങ്ങൾ പറ, സെൽഫ് ഫെർട്ടിലൈസേഷൻ ആണോ ക്രോസ് ഫെർട്ടിലൈസേഷൻ ആണോ നടക്കുന്നത്? പറഞ്ഞേ, ഏതാ? ക്രോസ് ഫെർട്ടിലൈസേഷൻ, അല്ലെ? മറ്റൊരു സ്പോഞ്ചിന്റെ സ്പേം വെള്ളത്തോടൊപ്പം ഓസ്റ്റിയ വഴി കനാൽസ് വഴി സ്പോഞ്ചോസിലേക്ക് വരുന്നു. എന്നിട്ട് അവിടെയുള്ള ഓവുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, അല്ലെ? അപ്പോൾ ക്രോസ് ഫെർട്ടിലൈസേഷൻ നടന്നു. ക്ലിയർ ആയോ? ദെൻ എന്താ ഐശ്വര്യ ചോദിച്ചത്? ക്രോസ് ഫെർട്ടിലൈസേഷൻ അവോയ്ഡ് ചെയ്യാൻ അല്ലേ ഓർഗാനിസം ബയോസെക്ഷൽ ആവുന്നേ? പിന്നെ ഇവർ ഇതൊക്കെ ഒരു എക്സെപ്ഷണൽ കേസായിരിക്കും. നമ്മൾ എല്ലാ ഓർഗാനിസത്തിനും ക്യാരക്ടർ ഒരുപോലെ പറഞ്ഞോന്നില്ല കേട്ടോ, വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളിവിടെ ആ സ്പോഞ്ചിന്റെ സ്പേം ഇതിനുള്ളിലേക്ക് വന്നിട്ട് ഇതിന്റെ ഓവമായിട്ട് ഫ്യൂഷൻ നടക്കും. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കും. അപ്പം അവിടെ വാട്ടർ കനാൽ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് റീപ്രൊഡക്ഷൻ നടന്നത്. ഇനി അപ്പൊ ഇവരുടെ ഫെർട്ടിലൈസേഷൻ നിങ്ങൾ പറഞ്ഞേ, ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ? ബോഡിക്ക് അകത്ത് വെച്ചാണോ ബോഡിക്ക് പുറത്ത് വെച്ചാണോ? എവിടെ വെച്ചാ? ബോഡിക്ക് അകത്ത് വെച്ചാ. അപ്പൊ ഏതാ ഫെർട്ടിലൈസേഷൻ? ഇന്റേണൽ ആണ്. കണ്ടോ? സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് the water canal system is the most diagnostic character of all sponges. The correct path of canal system in sponges are ostia, canals, spongocele, osculum, then outside. The functions which are completed through water canal system are എന്തൊക്കെയാ? ഫുഡ് ഗ്യാദറിങ്, അല്ലെ? ഫുഡ് ഗ്യാദറിങ്, റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ച്, റിമൂവൽ ഓഫ് വേസ്റ്റ് ആൻഡ് റീപ്രൊഡക്ഷൻ. കണ്ടോ? ഇത്രയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ. ഇനി നിങ്ങൾ നേരത്തെ വെച്ചു, ഈ വെള്ളം ഓസ്റ്റിയ ഇഷ്ടംപോലെ ഉണ്ടായിട്ടും തിരിച്ച് ഓസ്റ്റിയ വഴി വെള്ളം പുറത്തേക്ക് വരുന്നില്ല, ഓസ്കലം വഴി മാത്രമേ പോകുന്നുള്ളൂ. വെള്ളം കയറാനാണ് ആരുള്ളത്?
ഓസ്റ്റിയ. അതിൻ്റെ കാരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഈ വാട്ടർ കനാൽ സിസ്റ്റം സ്പോഞ്ചിൽ പെർഫെക്റ്റ്ലി ഫങ്ഷണൽ ആകണമെങ്കിൽ അതിനെ സഹായിക്കാനായിട്ട് വോൾസ് ഓഫ് കനാൽസ് ആൻഡ് സ്പോഞ്ചോസീൽ ഉണ്ടോ. ഈ കനാൽസിന്റെ വോൾസിനെയും അതുപോലെ സ്പോഞ്ചോസീലിന്റെ വോളിനെയും ലൈൻ ചെയ്തുകൊണ്ട് ദർ ആർ സർട്ടൻ ഫ്ലജല്ലേറ്റഡ് കോളേർഡ് സെൽസ് ആർ പ്രസന്റ് ഉണ്ടോ. ഫ്ലജല്ലമുള്ള കോളർ ഉള്ള സെൽസ് ഈ കനാൽസിന്റെ വോൾസിനെയും സ്പോഞ്ചോസീലിന്റെ വോളിനെയും ലൈൻ ചെയ്ത് കാണപ്പെടും. They are called കൊയാനോസൈഡ്സ് ഉണ്ടോ. ഇത് വിളിക്കും കൊയാനോസൈഡ്സ് ഉണ്ടോ. ഫ്ലജല്ലേറ്റഡ് കൊളേർഡ് സെൽസ് ലൈനിങ് ദ വോൾസ് ഓഫ് കനാൽസ് ആൻഡ് സ്പോഞ്ചോസീൽ. അവരാണ് ആരാ കൊയാനോസൈഡ്സ് എന്നറിയപ്പെടുന്നത്. അത് ഫ്ലജല്ലേറ്റഡ് സെൽസാ. അപ്പൊ അതിനൊരു എൻലാർജ്ഡ് സീലിയ ഉണ്ട്. ആരാ ഫ്ലജല്ല. ഈ ഫ്ലജല്ല എന്ത് ചെയ്യും, ഒരു ലാഷിംഗ് മെക്കാനിസം ഇനിഷ്യേറ്റ് ചെയ്യും അല്ലെ. ഫ്ലജല്ല ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഒരു വിപ്പ് ലൈക്ക് മൂവ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യും. ഇറ്റ് വിൽ ക്രിയേറ്റ് എ വാട്ടർ കറന്റ് that helps for the entry of water into their body ഉണ്ടോ. ഈ കൊയാനോസൈറ്റുകൾ വോൾസ് ഓഫ് കനാൽസ് ആൻഡ് സ്പോഞ്ചോസീൽ അതിന് ലൈൻ ചെയ്താൽ അവരുടെ ഫ്ലജലം ഉപയോഗിച്ച ലാഷിംഗ് മെക്കാനിസം ഉണ്ടാക്കും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ. ആ ഒരു ലാഷിംഗ് മെക്കാനിസം നടത്തുമ്പോഴാണ് പുറത്തുള്ള വെള്ളം അകത്തേക്ക് കയറുന്നത്. അല്ല ചുമ്മാ വെള്ളം ഒഴുകി അകത്ത് കയറുന്നേ അല്ല. മനസ്സിലായോ. ഈ കൊയാനോസൈറ്റ്സ് ഇറ്റ് ക്യാൻ അലോ ദ ഫ്ലോ ഓഫ് വാട്ടർ ഓൺലി ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ഉണ്ടോ. ഈ പുറത്തുനിന്ന് അകത്തേക്ക് മാത്രമേ വെള്ളത്തിന്റെ എൻട്രി അവർ അലോ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വെള്ളം ഓസ്റ്റിയുടെ പുറത്തേക്ക് വരാത്തത്. തിരിച്ചു വരാൻ ഇവർ സമ്മതിക്കത്തില്ല. അവർ ഈ ഫ്ലജൽ ഉപയോഗിച്ച് ആ വെള്ളത്തിനെ മുകളിലേക്ക് തള്ളിക്കളയും. അപ്പോൾ ഓസ്കൽ വഴി അങ്ങ് വെള്ളം പുറത്തു പോകും. പറഞ്ഞ മനസ്സിലായോ. അതാണ് ഇവരുടെ വാട്ടർ കനാൽ സിസ്റ്റം. ഇങ്ങനെയാണ് അവിടെ ആക്റ്റീവ് ആവുന്നത്. അപ്പം വോൾസ് ഓഫ് കനാൽസ് ആൻഡ് സ്പോഞ്ചോസീൽ ആർ ലൈൻഡ് ബൈ സ്പെഷ്യലൈസ്ഡ് ഫ്ലജല്ലേറ്റഡ് കൊളേർഡ് സെൽസ് അല്ലെ. ആ ഫ്ലജല്ലേറ്റഡ് കൊളേർഡ് സെൽസിനെ നമ്മൾ വിളിക്കുന്നവരാണ് കൊയാനോസൈഡ്സ് അല്ലെ. കൊയാനോസൈഡ്സ് അവർ എൻലാർജ് സീലിയ അഥവാ ഫ്ലജല്ല ഈസ് ദെയർ അല്ലെ. അതവിടെ ഉണ്ട്. ഇറ്റ് വിൽ ക്രിയേറ്റ് എ വാട്ടർ കറന്റ് ദാറ്റ് ഹെൽപ്സ് ഫോർ ദ എൻട്രി ഓഫ് വാട്ടർ ഇൻ ടു ദെയർ ബോഡി. വെള്ളം അകത്തേക്ക് കയറാൻ സഹായിക്കുന്നത് കൊയാനോസൈറ്റുകളാണ്. എന്നിട്ടോ മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ വാട്ടർ കറന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വെള്ളം അകത്ത് കയറും. വെള്ളം അകത്ത് കയറുമ്പോൾ ആ വെള്ളത്തിനകത്ത് ഫുഡ് പാർട്ടിക്കിൾ ഉണ്ട്. ഫുഡ് പാർട്ടിക്കിൾ അകത്ത് വന്നു. ആ ഫുഡ് പാർട്ടിക്കിളിനെ ഈ കൊയാനോസൈറ്റുകൾ എന്ത് ചെയ്യാറുണ്ട്, എൻഗൾഫ് ചെയ്യും ബൈ ഫാഗോസൈറ്റോസിസ് അല്ലെ. ഫാഗോസൈറ്റിക് മെക്കാനിസം വഴി അങ്ങ് എൻഗൾഫ് ചെയ്യും. എന്നിട്ട് അവിടെ വെച്ച് കൊയാനോസൈറ്റിന്റെ സൈറ്റോപ്ലാസത്തിൽ വെച്ച് പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. അപ്പൊ ഡൈജഷൻ ടേക്കിംഗ് പ്ലേസ് വിത്തിൻ ദ കൊയാനോസൈറ്റ് കേട്ടോ. ഇതാണ് വെള്ളം കയറുന്ന രീതി എന്നുള്ളത് കേട്ടോ. എന്തോ ചോദിച്ചിട്ടുണ്ടല്ലോ. കോളർ സെൽസ് ഓർ കൊയാനോസൈറ്റ് രണ്ടും ഒന്ന് തന്നെ കേട്ടോ. കോളർ സെൽസ് ഓർ കൊയാനോസൈറ്റ്സ്. ഇൻ വൺ വേർഡിൽ പറഞ്ഞാൽ കൊയാനോസൈറ്റ്സ് പ്രിവെന്റ് ബാക്ക് ഫ്ലോ ഓഫ് വാട്ടർ അല്ലേ. അങ്ങനെ പറയാം. കൊയാനോസൈറ്റ് തിരിച്ചുള്ള ഓസ്റ്റി വഴിയുള്ള വെള്ളത്തിന്റെ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യുന്നു. ശരിയാ, അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ എങ്കിലും അതിന്റെ അതല്ല അതിന്റെ ഫംഗ്ഷൻ. ശരിക്കും ഫംഗ്ഷൻ ഈ ഫ്ലജല്ല ഉപയോഗിച്ച് ഒരു വിപ്പ് ലൈക്ക് മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ട് പുറത്തുള്ള വെള്ളത്തിന് അകത്തേക്ക് കയറാൻ സഹായിക്കും. അതാണ് അതിന്റെ അൾട്ടിമേറ്റ് ഫംഗ്ഷൻ കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഏതാ, കൊയാനോസൈറ്റ് ഇറ്റ് ക്രിയേറ്റ് വാട്ടർ കറന്റ് ഫോർ ദ ക്രിയേറ്റ് എ വാട്ടർ കറന്റ് ഫോർ ദ എൻട്രി ഓഫ് വാട്ടർ ഇൻ ടു ദെയർ സൈറ്റോപ്ലാസം. എന്നിട്ട് ഏതാ ഇറ്റ് ക്രിയേറ്റ് എ വാട്ടർ കറന്റ് ഫോർ ദ എൻട്രി ഓഫ് വാട്ടർ ഇൻ ടു ദ സ്പോഞ്ചോസീൽ. എന്നിട്ട് ആ സ്പോഞ്ചോസീലിലേക്ക് കയറിയ വെള്ളം അതിനകത്തുള്ള ഫുഡ് പാർട്ടിക്കിൾ അല്ലെ, ഫുഡ് പാർട്ടിക്കിളിനെ ഈ കൊയാനോസൈറ്റുകൾ എന്ത് ചെയ്യുമെന്ന് എൻഗൾഫ് ചെയ്യും. എൻഗൾഫ് ചെയ്തിട്ട് അവിടെ വെച്ച് ഡൈജസ്റ്റ് കളയും, പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. ആ പാർഷ്യലി ഡൈജസ്റ്റ് ആയ ഫുഡ് പാർട്ടിക്കിൾ കൊയാനോസൈറ്റുകൾ, ഇവിടെ ആണല്ലോ കൊയാനോസൈറ്റ്, പിന്നെ മീസോഗ്ലിയ ഇവിടെ വരും. ആ മീസോഗ്ലിയയിൽ കുറെ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. അതിന്റെ പേരാണ് അമീബോസൈറ്റ്. മീസോഗ്ലിയ എന്ന് പറയുന്ന ലെയറിൽ കാണുന്നതാണ് ആരാ, അമീബോസൈറ്റ്. അപ്പം ഈ പിന്നെ കൊയാനോസൈറ്റിൽ പാർഷ്യലി ഡൈജസ്റ്റ് ആയ ഫുഡ് ഉണ്ട്. അത് നേരെ പിന്നെ പോകുന്ന എങ്ങോട്ടേക്കാ, അമീബോസൈറ്റ്. വിത്തിൻ ദ അമീബോസൈറ്റ്സ് ഫുഡ് പാർട്ടിക്കിൾസ് ആർ കംപ്ലീറ്റ്ലി ഡൈജസ്റ്റഡ്. കണ്ടോ, അമീബോസൈറ്റുകൾക്കകത്ത് വെച്ച് ഫുഡ് പാർട്ടിക്കിൾ പൂർണ്ണമായിട്ടും ഡൈജസ്റ്റ് ആകും. സോ ഹിയർ വി ക്യാൻ സീ ദാറ്റ് digestion is always takes place within the cells അല്ലെ. ഡൈജഷൻ സെൽസിനകത്ത് വെച്ചാൽ സോ വി ക്യാൻ സീ ദാറ്റ് സ്പോഞ്ചസ് എക്സിബിറ്റ് ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ ഓൺലി. കണ്ടോ, സ്പോഞ്ചസിലെ ഏതാ, ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ മാത്രമാണ് കാണപ്പെടുന്നത്. കണ്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് walls of canals and spongiosele are lined with specialized flagellated അല്ലെ, flagellated colored cells. ആരാ, കൊയാനോസൈറ്റ്സ് ഓർ കോളർ cells അല്ലെ, കൊയാനോസൈറ്റ്സ് ഓർ കോളർ cells. It create a water current for the entry of water into the spongiosele and helps for digestion അല്ലെ. partial digestion takes place within the കൊയാനോസൈറ്റ്, എന്നാൽ complete digestion takes place within the
അമീബോസൈറ്റ്സ്. അതുകൊണ്ട് നമ്മൾ ഇവരിൽ നടക്കുന്ന ഡൈജഷന് എന്താ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്നാണ് വിളിക്കുന്നത് അല്ലെ. ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ഓൺലി അല്ലെ. ഇവരിൽ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ മാത്രമേ ഉള്ളൂ, ഓർത്തിരിക്കണത് കേട്ടോ. പിന്നെ നമ്മൾ ഇവരുടെ ബോഡി എടുക്കുമ്പോൾ ഇവരുടെ ബോഡിയിൽ ഇഷ്ടംപോലെ സെൽസ് ആണല്ലോ ഉള്ളത്. അങ്ങനെ സെൽസ് കൂടി ചേർന്നാണ് ബോഡി ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരുടെ ബോഡി കൊളാപ്സ്ഡ് ആകാൻ ചാൻസ് ഉണ്ട്, അങ്ങ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഏതാ ദർ ബോഡി ഈസ് സപ്പോർട്ടഡ് വിത്ത് സർട്ടൻ സ്കെലിറ്റൽ എലമെന്റ്സ് ഉണ്ടോ. അവരുടെ ബോഡിനെ സപ്പോർട്ട് ചെയ്ത് ആരുണ്ട്, ചില സ്കെലിറ്റൽ എലമെന്റ്സ് ഉണ്ട്. സ്കെലിറ്റൽ എലമെന്റ്സ് സച്ച് ആസ് സ്പൈക്യൂൾസ് ആൻഡ് സ്പോഞ്ചസിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് സ്കെലിറ്റൽ എലമെന്റ്സ് ആണ് ആരാ, സ്പൈക്യൂൾസ് ആൻഡ് സ്പോഞ്ചിൻ ഫൈബേഴ്സ് എന്നുള്ള പറയുന്നത് അല്ലെ. സ്പൈക്യൂൾസും ഉണ്ട്, പിന്നെ ആരാ സ്പോഞ്ചിൻ ഫൈബേഴ്സും ഉണ്ട്. ആ സ്പൈക്യൂൾസ് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. അതേ നമ്മളിപ്പം ഈ ഒരു സ്പോഞ്ച്, ഈ സ്പോഞ്ചിന്റെ ബോഡി എടുത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടോ. ഇതൊക്കെ എന്താ സ്പൈക്യൂൾസ് ആണ്. സ്പൈക്യൂൾസ് ആണ് ഇവിടെ ഇങ്ങനെ കാണപ്പെടുന്നത്. ഈ സ്പൈക്യൂൾസ് 2 ടൈപ്പ് ഉണ്ട്. ചിലർക്ക് കാൽക്കേരിയസ് സ്പൈക്യൂൾസ് ആണ്, മെയ്ഡ് വിത്ത് കാൽഷ്യം കാർബണേറ്റ് ഉണ്ടോ. ചിലർക്ക് കാൽക്കേരിയസ് സ്പൈക്യൂൾസ് അത് ഫോം ചെയ്തിരിക്കുന്നത് കാൽഷ്യം കാർബണേറ്റും ഉണ്ട്. എന്നാൽ ചിലർക്ക് ഏതാ സ്പോഞ്ചിൻ ഫൈബേഴ്സ് ആണ്, മെയ്ഡ് വിത്ത് സിലീഷ്യസ് സ്പൈക്യൂൾസ്. ചിലർക്ക് കാൽക്കേരിയസ് സ്പൈക്യൂൾസ് മെയ്ഡ് വിത്ത് കാൽഷ്യം കാർബണേറ്റ്, അത് ചില സ്പോഞ്ചിന്. എന്നാൽ വേറെ ചില സ്പോഞ്ചിന് സ്പൈക്യൂൾസ് ഉണ്ട്, പക്ഷെ അവിടെ കാൽഷ്യം കാർബണേറ്റ് അല്ല, പകരം സിലിക്ക ഡയോക്സൈഡ് ആണ് കണ്ടോ. സിലിക്ക ഡയോക്സൈഡ് ആണ് അവിടെ കാണപ്പെടുന്നത് കണ്ടോ. അപ്പൊ അങ്ങനെ കാൽക്കേരിയസ് സ്പൈക്യൂൾസ് ഉള്ളവരുണ്ട്, സിലീഷ്യസ് സ്പൈക്യൂൾസ് ഉള്ളവരുണ്ട് കേട്ടോ. അതിനനുസരിച്ച് വളരെ ക്ലാസ് ചെയ്യും. വേറെ ചിലർക്ക് സ്പൈക്യൂൾസ് അല്ല, പിന്നെ ഏതാ സ്പോഞ്ചിൻ ഫൈബേഴ്സ് ആണ്. അപ്പം നമ്മൾ സ്പോഞ്ച് എടുക്കുമ്പോൾ അവരിൽ 3 ടൈപ്പ് സ്കെലിറ്റൽ എലമെന്റ്സ് ആണ്. സ്പൈക്യൂൾസും സ്പോഞ്ച് ഫൈബേഴ്സും 2 പറഞ്ഞെങ്കിലും സ്പൈക്യൂൾസ് 2 ടൈപ്പ്. ചിലർക്ക് കാൽക്കേരിയസ് സ്പൈക്യൂൾസും ചിലർക്ക് ഏതാ സിലീഷ്യസ് സ്പൈക്യൂൾസും. എന്നാൽ മോസ്റ്റ് ഓഫ് ദി സ്പോഞ്ചിനും ഏതാ സ്പോഞ്ചിൻ ഫൈബേഴ്സ് ആണ്. മനസ്സിലായോ? ദെൻ ഇനി നമുക്ക് പറയാൻ പറ്റും ഓൾ ഓഫ് ദം ആർ മൊണീഷ്യസ് ഓർ ഹെർമാഫ്രൊഡൈറ്റ്സ്. എല്ലാ സ്പോഞ്ചും എങ്ങനെയുള്ളവരാ, മൊണീഷ്യസ് അഥവാ ഹെർമാഫ്രൊഡൈറ്റ്സ് ആണ് അല്ലെ. ദാറ്റ് മീൻസ് സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്, ബോത്ത് സെക്സസ് പ്രസന്റ് ഇൻ എ സിംഗിൾ ഇൻഡിവിജ്വൽ അല്ലെ. 2 സെക്സും ഒരാളിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് പറയാൻ പറ്റും ദേ ആർ മൊണീഷ്യസ് ഓർ ഹെർമാഫ്രൊഡൈറ്റ്സ് അല്ലെ. അതുകൊണ്ട് തന്നെ ദേ ആർ എക്സിബിറ്റ് ബോത്ത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അവരിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ട്, പിന്നെ ഏതാ എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. 2 രീതിയിലും അവർ റീപ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ലെ. രണ്ടുമുണ്ട്. ദേ ആർ എസെക്ഷലി റീപ്രൊഡ്യൂസ് ബൈ ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ബഡിങ്. അവര് 2 രീതിയിൽ എസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഒന്നുകിൽ ബോഡിയിൽ നിന്നും കുറെ ഫ്രാഗ്മെന്റുകൾ ഉണ്ടാക്കി അത് യങ്ങോൺസ് ആക്കി മാറ്റും, ഫ്രാഗ്മെന്റേഷൻ, അല്ലെങ്കിൽ ബഡുകൾ ഉണ്ടാക്കിയിട്ട് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ബഡ് ഉണ്ടാക്കിയിട്ട് യങ്ങോൺസ് ആക്കി മാറ്റും. അങ്ങനെ എസെക്ഷലി റീപ്രൊഡ്യൂസ് ബൈ ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ബഡിങ്. പിന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ടല്ലോ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉള്ളപ്പോൾ അവിടെ ഫെർട്ടിലൈസേഷൻ ഉണ്ട്. ഹിയർ ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ ഉണ്ടോ. ഫെർട്ടിലൈസേഷൻ ഏതാ ഇന്റേണലാ, ബോഡിക്ക് അകത്ത് വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ് ഉണ്ടോ. എല്ലാവർക്കും ഏതാ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഓൾ ഓഫ് ദം ആർ എക്സിബിറ്റ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് വിത്ത് ലാർവൽ ഫോംസ് അല്ലെ. അഡൽട്ടുമായിട്ട് യാതൊരു സിമിലാരിറ്റിയും കാണിക്കാത്ത ലാർവകളായിരിക്കും അവിടെ ഉള്ളത് അല്ലെ. ദേ പാരൻ കൈമുല ഒരു ലാർവയാ, അതുപോലെ ആംഫിബ്ലാസ്റ്റുല അത് വേറൊരു ലാർവ. അത് നിങ്ങൾ പഠിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡെവലപ്മെന്റ് എപ്പോഴും ഇൻഡയറക്റ്റ് ആണ് വിത്ത് ലാർവൽ ഫോംസ്. ദീസ് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അബൌട്ട് ഫൈലം പോറിഫറ. ഇത്രയുമാണ് ഫൈലം പോറിഫറയുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് അതിന് എക്സാമ്പിൾസ് എടുക്കുമ്പോൾ ഏതൊക്കെയാ, അതാണ്ട് സൈക്കോൺ അഥവാ സ്കൈഫ ഈ കാണുന്നത്. നിങ്ങൾ NCERT ഈ പടമാണ് കൊടുത്തിരിക്കുന്നത്, സൈക്കോൺ ഓർ സ്കൈഫ. അതിന്റെ യഥാർത്ഥ പടമാണ് ഈ കാണുന്നത് കണ്ടോ. കോളനിയാട്ട് ലൈഫിലിഡിയം സൊസൈലാണ്, സിലിണ്ടറിക്കലാണ്. മനസ്സിലായോ? അതാണ് സ്കൈഫ ഓർ സൈക്കോൺ. ഇത് സ്പോഞ്ചില്ല, നമ്മുടെ NCERT പടമാണ്. ഇതാണ് യഥാർത്ഥ സ്പോഞ്ചില്ല കണ്ടോ. സ്പോഞ്ചില്ല ആരാ, ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. അതിന് വേറെ പടം ഇവിടെ ഉണ്ട്, ഇതും സ്പോഞ്ചില്ല. എനിക്കൊന്ന് ഈ പടമാണ് ഇവിടെ ഞാൻ NCERT ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആരാ സ്പോഞ്ചില്ല ഈ കാണുന്നത്, ഫ്രഷ് വാട്ടർ സ്പോഞ്ച് അല്ലെ. പിന്നെ മറ്റൊരെണ്ണം യു സ്പോഞ്ചിയ, ഇതാണ് യു സ്പോഞ്ചിയ അഥവാ ബാത്ത് സ്പോഞ്ച് എന്ന് നമ്മളതിനെ വിളിക്കാറുണ്ട്. യു സ്പോഞ്ചിയ ഈസ് അതർവൈസ് കോൾഡ് ബാത്ത് സ്പോഞ്ച് അല്ലെ, ബാത്ത് സ്പോഞ്ച് എന്നറിയപ്പെടുന്നത്. ഇതാണ് 3 എക്സാമ്പിൾസ് നിങ്ങളുടെ NCERT. ഏതൊക്കെയാ, സൈക്കോൺ ഓർ സ്കൈഫ, യു സ്പോഞ്ചിയ ബാത്ത് സ്പോഞ്ച്, സ്പോഞ്ചില്ല ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. പിന്നെ വേറൊന്നുണ്ട് യൂപ്ലക്റ്റല്ല എന്ന് പറയും. യൂപ്ലക്റ്റല്ല അതാണ് ഈ കാണുന്നത്, യൂപ്ലക്റ്റല്ല കണ്ടോ. വീനസ് ഫ്ലവർ ബാസ്ക്കറ്റ് എന്ന് വിളിക്കുന്നതാ. വീനസ് ഫ്ലവർ ബാസ്ക്കറ്റ് ആണ് ആരാ, യൂപ്ലക്റ്റല്ല. ഇതിനെ വീനസ് ഫ്ലവർ ബാസ്ക്കറ്റ് എന്ന് വിളിക്കാൻ കാര്യം അറിയോ, പണ്ട് കാലത്ത് വളരെ വർഷം മുമ്പ് ജാപ്പനീസ് കോസ്റ്റൽ ഏരിയയിൽ ലീവ് ചെയ്തിരുന്ന ആൾക്കാർ ഈ യൂപ്ലക്റ്റലയുടെ ബോഡി കളക്ട് ചെയ്യും. യൂപ്ലക്റ്റയുടെ ബോഡി കളക്ട് ചെയ്തിട്ട് അതിനെ ക്ലീൻ ചെയ്ത്
എന്താ അങ്ങനെ ഭംഗിയായിട്ട് അലങ്കരിച്ച് വൃത്തിയാക്കി ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് അലങ്കരിച്ച് ഒരു മാരേജ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. ന്യൂലി മാരീഡ് കപ്പിൾസിന് മാരേജ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ടായിരുന്നു പണ്ട്. കാരണം ഇറ്റ് ഈസ് കൺസിഡേർഡ് എ സിമ്പിൾ ഓഫ് യൂണിയൻ അല്ലേ? കാരണം ഇത് ഹെർമാഫ്രോഡൈറ്റാ, മെയിലും ഫീമെയിലും ലൈഫ് ലോങ് ആയിട്ട് ഒരുമിച്ച് ഇരിക്കത്തുള്ളൂ, സെപ്പറേറ്റ് ആവത്തില്ല. അതുപോലെ ഈ ന്യൂലി മാരീഡ് കപ്പിൾസും ലൈഫ് ലോങ് ആയിട്ട് ഒരുമിച്ച് ജീവിക്കട്ടെ, ഉടനെയെങ്ങും അവർ ഡൈവോഴ്സ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് പോകാതിരിക്കട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് കൊടുത്തിരുന്ന ഒരു മാരേജ് ഗിഫ്റ്റ് ആയിരുന്നു യൂപ്ലക്റ്റല്ല. അതുകൊണ്ട് നമ്മളതിനെ വീനസ് ഫ്ലവർ ബാസ്ക്കറ്റ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് ഞാൻ അഡീഷണൽ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ NCERT ഇല്ല, പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കുക വീനസ് ഫ്ലവർ ബാസ്ക്കറ്റ് ആരാ? യൂപ്ലക്റ്റല്ല. ബാക്കി സൈക്കോൺ ഓർ സ്കൈഫ, സ്പോഞ്ചില്ല ഫ്രഷ് വാട്ടർ സ്പോഞ്ച്, യു സ്പോഞ്ചിയ, ബാത്ത് സ്പോഞ്ച്. ഇത്രയാകുമ്പോഴേക്കും നമ്മൾ ഒന്നാമത്തെ ഫൈലം അവിടെ പഠിച്ചു കഴിഞ്ഞു. ആരാ? ഫൈലം പോറിഫറ. അതിന്റെ മോസ്റ്റ് ഡയഗ്നോസ്റ്റിക് ക്യാരക്ടർ ആണ് പ്രസൻസ് ഓഫ് എ വാട്ടർ കനാൽ സിസ്റ്റം. നമുക്ക് അതിന്റെ ഒരു അനിമേഷൻ കണ്ടു നോക്കാം. ആ വാട്ടർ കനാൽ സിസ്റ്റം ഇൻ സ്പോഞ്ചസ്. അത് പ്ലേ ആവുന്നുണ്ടോ നോക്കാം നമുക്ക്. വാട്ടർ കനാൽ സിസ്റ്റം ഇൻ സ്പോഞ്ചസ് അതെ. ഇത് സ്പോഞ്ചിന്റെ ബോഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുക, അതായത് വെള്ളത്തിൽ നിൽക്കുക. ആ വെള്ളത്തിൽ അവർ ലാർജ് സ്കെയില് വെള്ളം ഓസ്റ്റ് വഴി കനാൽസ് വഴി സ്പോഞ്ചോസിലേക്ക് കയറും, along with ഫുഡ് പാർട്ടിക്കിൾസ്, റെസ്പിറേറ്ററി ഗ്യാസസ് എക്സെട്ര. എന്നിട്ട് വേസ്റ്റ് തിങ്സ് ഓസ്കിൽ വഴി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അല്ലേ? ഈ വെള്ളം അകത്തേക്ക് കയറാൻ സഹായിക്കുന്നത് ഈ കാണുന്ന കൊയാനോ സൈറ്റുകൾ ആണ്. ഇതാണ് വാട്ടർ കനാൽ സിസ്റ്റം ഇൻ സ്പോഞ്ചസ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇത് പറഞ്ഞാൽ ഇതിനെക്കാട്ടി കുറച്ചൊരു നല്ലൊരു അനിമേഷൻ നമുക്ക് വേറൊന്നും ഉണ്ട്, അത് നമുക്ക് കണ്ടുനോക്കാം. അതെ, പ്രസൻസ് ഓഫ് വാട്ടർ കനാൽ സിസ്റ്റം ഇൻ സ്പോഞ്ചസ്. അതെ, സ്പോഞ്ചസ് സെസയിലാണ് ഒരിടത്ത് ഞാൻ അറ്റാച്ച് ചെയ്ത് നിൽക്കുക കണ്ടോ. എന്നിട്ട് ബോഡി വോൾ മുഴുവൻ ഇഷ്ടംപോലെ പോർസ് ഉണ്ട്, ഓസ്റ്റിയ. അത് ഓപ്പൺ ചെയ്യുന്നത് ഏതാ? സീലൻഡ്രോണിൽ, സോറി സ്പോഞ്ചോസീൽ. പുറത്തേക്കുള്ള സിംഗിൾ ഓപ്പണിംഗ് ആണ് ഓസ്കുലം കണ്ടോ. ഏറ്റവും മുകളിൽ കാണുന്നതാണ് ഓസ്കുലം. ഒരു വെള്ളത്തിൽ നിൽക്കുകയാണല്ലോ ഈ ആനിമൽ. അപ്പോൾ അതാണ്ട് നമുക്ക് അതൊരു സ്പോഞ്ച് എടുക്കാം. അതാണ്ട് ലൂക്കോസൊളീനിയ അഥവാ സിമ്പിൾ സ്പോഞ്ചാണിത്. അതാണ്ട് ഈ കാണുന്ന പോർസ് ഇതാണ് ആരാ? ഓസ്റ്റിയ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? ഓസ്റ്റിയ ഇൻലെറ്റ്. എന്നിട്ട് നമ്മുടെ ബോഡി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. അപ്പം ഇതിനകത്ത് നമുക്ക് താണ്ടെ ഈ ഓസ്റ്റിയ നേരെ ഓപ്പൺ ചെയ്യുന്നത് കനാൽസ് വഴി സ്പോഞ്ചോസീലിലേക്കാണ്. ഈ ഓപ്പണിംഗ് ആണ് ആരാ? സ്പോഞ്ചോസീൽ എന്ന് നമ്മൾ പറയുന്നത്. അവിടെ ഇഷ്ടംപോലെ ഫ്ലജലേറ്റഡ് കൊളേർഡ് സെൽസ് ഉണ്ട്. ആരാ? കൊയാനോസൈഡ്സ്. അവര് ഒരു ലാഷിംഗ് മെക്കാനിസം വഴി വാട്ടർ കണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സറൗണ്ടിങ് വാട്ടർ ബോഡിക്കുള്ളിലേക്ക് എൻ്റർ ചെയ്യും, എലോങ് വിത്ത് ഫുഡ് പാർട്ടിക്കിൾസ്. ഇത് ഫുഡ് പാർട്ടിക്കിൾ വരിക. ഈ ഫുഡ് പാർട്ടിക്കിൾ അകത്ത് വന്ന് അതെ നേരെ ഈ കൊയാനോസ് സെൽ വെച്ച് പാർഷ്യൽ ഡൈജസ്റ്റ് ആയി, അമീബോ സെൽ വെച്ച് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ആയി. അപ്പം ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ് കണ്ടോ. ഇൻ ലൂക്കോസൊളീനിയ അമീബോ സെൽസ് റിസീവ് ദ പാർട്ട്ലി ഡൈജസ്റ്റഡ് ഫുഡ് പാർട്ടിക്കിൾസ് ഫ്രം കൊയാനോസൈറ്റ്സ്, കംപ്ലീറ്റ് ഇറ്റ് ഡൈജഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ ഡിഫറെന്റ് ബോഡി പാർട്സ്. ഇനി അതുപോലെ വെള്ളം കയറുമ്പോൾ ഓക്സിജൻ അകത്ത് കയറും ഫുഡിനോടൊപ്പം. കണ്ടോ ഓക്സിജൻ വരിക. ഈ ഓക്സിജൻ നേരെ ഓസ്റ്റ് വഴി കനാൽസ് വഴി സ്പോഞ്ചോസിലേക്ക് വന്ന് ഓരോ സെല്ലിലേക്കും പോകും. സെല്ലിനകത്തേക്ക് ഓക്സിജൻ പോയിട്ട് അവിടുന്ന് പുറത്തേക്ക് ആരിറങ്ങി വരും? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? അതെ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അത് നേരെ ഓസ്റ്റി വഴി അങ്ങ് പോവുമല്ല, പകരം സ്പോഞ്ചോസിലേക്ക് വന്നിട്ട് ഓസ്കുൽ വഴി പുറത്തു പോകും കണ്ടോ. ഇപ്പോൾ റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ച് അതുവഴി നടന്നു. അതുപോലെ നൈട്രജനസ് വേസ്റ്റ് അമോണിയ കണ്ടോ, അമോണിയ ഉണ്ടായി ബോഡി സെൽസിൽ നിന്നുണ്ടായി, സെൽസിൽ നിന്നും സ്പോഞ്ചോസിലേക്ക് അമോണിയ വന്ന് ഓസ്കുൽ വഴി പുറത്തു പോകും. അപ്പം റിമൂവൽ ഓഫ് വേസ്റ്റ്. ഈ മൂന്ന് ഫംഗ്ഷനും അവിടെ കംപ്ലീറ്റ് ആകുന്നത് ത്രൂ ദിസ് വാട്ടർ കനാൽ സിസ്റ്റം അല്ലേ? അത് വഴിയാണ്. ക്ലിയർ ആയോ? ഇതാണ് അവരുടെ മോസ്റ്റ് ഡയഗ്നോസ്റ്റിക് ക്യാരക്ടർ ആയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ജേം ലെയർ കണ്ടീഷൻ ഒക്കെ പറഞ്ഞായിരുന്നു. അതെ, ജെർമിനൽ ലെയർ ഫോം ചെയ്യുന്ന കാര്യങ്ങൾ. നമുക്ക് ഇത് ഒരു സൈഗോട്ടാണ്. ഈ സൈഗോട്ടിന് റിപ്പീറ്റഡ് മൈറ്റോഡിഷൻ എന്ന് പറയുന്നത് 2 സെൽഡ് ആയി. 2 സെൽ പിന്നീട് 4 സെൽഡ് ആയി മാറും. അതെ, 4 സെൽഡ് ആയി, 4 ബ്ലാസ്റ്റോമേഴ്സ് ആയി. ഇത് പിന്നീട് 8 സെൽഡ് ആയി കണ്ടോ, 8 സെൽഡ് ആയി. 8 സെൽ എംബ്രിയോ പിന്നീട് 16 സെൽഡ് എംബ്രിയോ ആയി മാറി, മോറില്ല അല്ലേ? പിന്നെ അത് ബ്ലാസ്റ്റോസിസ്റ്റ് ആയി മാറി. അതെ, ഇതാണ് ട്രോഫോബ്ലാസ്റ്റ്. അകത്തുള്ളത് ഇന്നസെൽ മാസ്. ഇംപ്ലാന്റേഷൻ കഴിയുമ്പോൾ ട്രോഫോബ്ലാസ്റ്റിൽ ഇറങ്ങി പോയി ഇന്നസെൽ മാസ്, അത് എംബ്രിയോ ആയി. ഗ്യാസ്ട്രുലാ സ്റ്റേജ് ആയി. ഈ ഗ്യാസ്ട്രുലാ സ്റ്റേജിൽ സെൽസിന് ഒരു മോർഫോജനറ്റിക് മൂവ്മെന്റ്, കുറേ സെൽസ് പുറത്തുനിന്ന് അകത്തേക്ക് കയറി പോകും, അകത്തുള്ളത് പുറത്തേക്ക് മാറും. അത് മാറുമ്പോൾ അകത്തൊരു ക്യാവിറ്റി ഉണ്ടായി. ഇതാണ് ആർക്കെൻഡ്രോൺ. ആർക്കെൻഡ്രോൺ അഥവാ പ്രിമിറ്റീവ് ഗട്ട്, അതിന്റെ ഓപ്പണിംഗ് ആണ് ബ്ലാസ്റ്റോപോർ. പിന്നെ 3 ജേം ലെയേഴ്സ്, എക്ടോഡോം, അകത്ത് എൻഡോഡോം, അടുക്ക് മീസോഡോം. പിന്നെ 3 സീലോം, ഇത് യൂസീലോം, ഇത് എസീലോം, അത് സ്യൂഡോസീലോം. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ കൊണ്ട് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു 4 ഫയലും കൂടി അടുത്ത ക്ലാസ്സിൽ പഠിക്കും. 4-5 ഫയലെങ്കിലും പഠിക്കണം. ഏതാ? നിഡേറിയ, ടീനോഫോറ, പ്ലാറ്റിയൽ മെന്തസ്, ആഷ്മെന്തസ്, അനിലിഡ. ഇവിടെ വരെ പഠിച്ചാൽ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ
ആർത്രോപോഡയും മൊളസ്കയും ഹെമിക്കോഡേറ്റയും എക്കണ്ടമേറ്റയും പഠിച്ചെടുക്കാൻ പറ്റും.